കുട്ടികളാണ് മാലാക എന്ന് പറയുന്ന സിനിമയിൽ ആസിഫിൻ്റെ ഒരു സപ്പോർട്ടീവ് വീണയ്ക്ക് ഒരുപാട് പ്രചോദനമായതും അത് ഒരുപാട് സഹായകരമായി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസിഫ് അലിയുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്? ആസിഫും ഞാനും കാണുമ്പോൾ ഉള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഞങ്ങൾ എൻ്റെ ഫസ്റ്റ് മൂവി ലൈക്ക് അങ്ങനെ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ആയതുകൊണ്ട് ഞാൻ അതിനെ ഭയങ്കര ഞങ്ങൾ ആ ക്യാരക്ടറായിട്ട് ഭയങ്കര ഇതായിരുന്നു കണക്റ്റഡ്. ഇപ്പോഴും ആസിഫ് എന്നെ കാണുമ്പോൾ റിൻസി എന്നാണ് വിളിക്കുന്നത്, ഞാൻ ആസിഫിനെ സ്ലീവാച്ച് എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിക്കാറില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഏതൊരു സിനിമയാണെങ്കിലും ആക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കണക്ഷനാണത്. അതായത് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സപ്പോർട്ട് കൊടുത്താലേ നമുക്കൊരു സീനിനെ അത്രത്തോളം നന്നാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അതാണ്. അപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത എല്ലാ സിനിമകളിലും എനിക്ക് ആ ഒരു ഗീവ് ആൻഡ് ടേക്ക് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഡയറക്ടേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും കോ ആക്ടേഴ്സ് എല്ലാവരിൽ നിന്നും. കെട്ടിയുള്ള മാലാഖയിലെ റിൻസി ആ പേരിലാണ് എന്നെ എല്ലാവരും അറിയപ്പെടുന്നത്. എന്നെ പുറത്ത് വെച്ച ആൾക്കാർ കാണുമ്പോൾ കെട്ടിയുള്ള മാലാഖ അല്ലെങ്കിൽ മാലാഖ അങ്ങനെയാണ് ഇപ്പോഴും എന്നെ എല്ലാവരും വിളിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തതും ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തൊരു ക്യാരക്ടർ ബൊഗൻവില്ലയിലെ മീരയാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി പേഴ്സണലി ഏറ്റവും കണക്റ്റായി നിൽക്കുന്ന മീരയാണ്. കാരണം ഞാൻ മേ ബി കൂടുതൽ എഫേർട്ട് എടുത്ത് ചെയ്തൊരു ക്യാരക്ടർ ആയതുകൊണ്ടാവാം മീരയാണ് എനിക്കിഷ്ടം. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു അമ്മയ്ക്ക് എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ, എനിക്ക് എല്ലാവരും ഒരുപോലെ ഉണ്ട്. പക്ഷേ മീര എനിക്ക് ആ കുറച്ചുകൂടി കൂടുതൽ എഫേർട്ട് എടുത്തത് കൊണ്ടാവാം മീര എനിക്ക് കുറച്ചുകൂടി ഇരിക്കുന്നത്.